ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി അറിയാനിരിക്കുകയാണ്. അനിവാര്യമായും ഏതെങ്കിലും ഒരു കക്ഷി വിജയിക്കും, മറ്റുള്ളവർ പരാജയപ്പെടും. വിജയവും പരാജയവും പ്രകൃതിയുടെ സ്വഭാവമാണ്. രാവും പകലും പോലെ. ഓരോ പകലിനു ശേഷവും ഓരോ രാത്രിയുണ്ട്, ഓരോ രാത്രിക്ക് ശേഷവും ഓരോ പകലുമുണ്ട്. സന്തോഷിക്കുന്നവരെല്ലാം എപ്പോഴെങ്കിലും ദുഃഖിക്കും, ദുഃഖിക്കുന്നവരെല്ലാം എപ്പോഴെങ്കിലും സന്തോഷിക്കും. ആ ഒരു പാഠമാണ് ഓരോ തിരഞ്ഞെടുപ്പിലും നാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, ബോധമുള്ളവരാണ്. വിജയിച്ചു എന്നതിൻ്റെ പേരിൽ തുള്ളിച്ചാടി മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം പ്രബുദ്ധ കേരളത്തിന് ചേർന്ന ഒരു സംസ്കാരമല്ല. തോൽക്കുന്ന ആളുകളെ പരിഹസിച്ചും അവർക്ക് നേരെ തെറി വിളിച്ചുമുള്ള നീക്കങ്ങൾ ജനാധിപത്യത്തിന് ക്ഷീണമാണ് ഏൽപ്പിക്കുക. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാവണം ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണം. വിജയിക്കുന്നു എന്നത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയാണ് വിജയിക്കുന്നവരുടെ മനസ്സിൽ വരേണ്ടത്. പരാജയപ്പെടുന്നവരാകട്ടെ ഏതോ ന്യായമായ കാരണങ്ങളാലാണ് ഈ പരാജയം സംഭവിച്ചത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ പിന്തുണ ആർജിക്കുവാനുള്ള ശ്രമങ്ങളാണ് പരാജയപ്പെട്ടവർ നടത്തേണ്ടത്. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാകണം എന്നതു സംബന്ധമായി ഒരു പൗരൻ എടുക്കുന്ന നിലപാടാണ്. സമാന ചിന്താഗതിയുള്ള ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഭാവിക്കാവശ്യമായ കാര്യങ്ങളിൽ പങ്കുചേർന്ന് അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കക്ഷി രാഷ്ട്രീയമില്ലാത്തവർ പോലും ഏതെങ്കിലും ഒരു വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് നാം രാജ്യത്ത് കാണുന്നത്. ജനങ്ങളാണ് യഥാർത്ഥത്തിൽ വിധികർത്താക്കൾ. അവരുടെ മനസ്സിൽ സ്ഥലം പിടിക്കണമെങ്കിൽ രാജ്യത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ, പക്ഷപാതിത്വങ്ങളുടെ, മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുടെ ദുരന്തങ്ങൾ ഉത്തരവാദികളായ ആളുകൾ ഏറ്റെടുക്കുക തന്നെ വേണം. അതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ പാഠങ്ങളാണ്. ഈ ഒരു വസ്തുത തിരിച്ചറിഞ്ഞ് ഒരു വികസ്വര രാഷ്ട്രമായ ഇന്ത്യയെ വികസിത രാഷ്ട്രങ്ങളുടെ വിധികർത്താവായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മുന്തിയ രാഷ്ട്രമായി ഈ രാജ്യത്തെ നിലനിർത്താൻ ഓരോ പൗരനും ആഗ്രഹമുണ്ട്, ബാധ്യതയുമുണ്ട്. അത് നിർവഹിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുകയാണ്. നമ്മുടെ ജനതയും നമ്മുടെ നാടും ലോകത്ത് വളരെ മുമ്പിൽ സ്ഥലം പിടിച്ചിട്ടുള്ള കാലഘട്ടങ്ങളെ ഓർത്തുകൊണ്ട് വേണം നാം പ്രവർത്തിക്കാൻ എന്ന് ഈ വേളയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നന്ദി.